റഹ്മാൻ എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ബോളിവുഡിൻ്റെ ടോട്ടൽ സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പവർ ഹൗസുകളിൽ മാറ്റം വന്നിരിക്കുന്നു. അത് നമ്മൾ എത്ര തവണ പറഞ്ഞാണ്. ബോളിവുഡിനെ ടോട്ടലി ചേഞ്ച് ചെയ്യാനും ബോളിവുഡ് പ്രൊപ്പഗൻഡ പടം ഉണ്ടാക്കുന്ന സ്ഥലം മാത്രമായിട്ട് മാറിയല്ലോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. മേജർ ചങ്കു എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒന്നുകിൽ നരേന്ദ്രമോദിയുടെ ബയോപിക് ചെയ്യുക, അല്ലെങ്കിൽ പുരാണങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് ഈ ഉള്ള ഭക്തി പടങ്ങൾ ചെയ്യുക. അതും അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മുഗളന്മാരുടെ കാലത്തെ വില്ലന്മാരെ സൃഷ്ടിച്ചുകൊണ്ടുള്ള പടം ചെയ്യുക. ഇതാണ് പ്രധാനപ്പെട്ട പരിപാടി. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പ്രൊപ്പഗൻഡ സിനിമകൾ ചെയ്യുമ്പോൾ ആ സിനിമകൾ ആ താല്പര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ആ താല്പര്യം പലതരത്തിൽ മനുഷ്യന്മാരെ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യും, പുറത്താക്കളയും. രണ്ടാമത് റഹ്മാൻ തമിഴ് മനുഷ്യനാണ്. തമിഴും ഹിന്ദിയും തമ്മിലുള്ള അകലം നമുക്കറിയാം. ഹിന്ദിയുടെ പരിപാടി വേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആൾക്കാരാണ് തമിഴന്മാർ. ആ തമിഴ് പ്രൈഡിൻ്റെ വ്യക്തമായിട്ട് നിൽക്കുന്ന ആളാണ് റഹ്മാൻ. തമിഴ് പ്രൈഡിനെ ഉയർത്തുന്ന ഒരുപാട് പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് കാണുക. അപ്പോൾ തമിഴന്മാരെന്ന് പറഞ്ഞാൽ സൗത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന അപരത്വത്തോടെ കാണുന്ന ആൾക്കാർ ബോളിവുഡിലുണ്ട്, നോർത്തിലുണ്ട്. അതൊരു ഘടകമായിരിക്കും. ആൻഡ് ഹീസ് വിസിബിളി റിലീജിയസ് ആണ്. ഈ തരത്തിലുള്ള പല ഘടകങ്ങൾ റഹ്മാനെ മാറ്റി നിർത്തുന്നതിൽ പ്രവർത്തിക്കുന്നുണ്ടാവും തന്നെ നമ്മൾ വിചാരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ട തരത്തിൽ റഹ്മാനേക്കാളും മേലെ വെക്കുന്ന അതിഗംഭീരമായ പാട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന അതുല്യ പ്രതിഭകൾ ഇങ്ങനെ ഘോഷയാത്ര പോലെ ബോളിവുഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും എനിക്ക് തോന്നുന്നില്ല. ന്യായമായിട്ട് അദ്ദേഹം അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ആളാണ്. ഞാൻ പറഞ്ഞ ലോകവേദികളിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു താരം ആണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കിട്ടാത്തതിന് പിന്നിൽ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുമല്ലോ. ഒരു മനുഷ്യന് ജാതീയമായ ഒരു അസ്പർശത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കത് മനസ്സിലാവും. മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും മതപരമായൊരു വിവേചനം അത് മനസ്സിലാവും. അപ്പം അദ്ദേഹം പറഞ്ഞ പല വഴികളും മാറിപ്പോകുന്നു എനിക്ക് കിട്ടേണ്ട പടങ്ങളിൽ നിന്നാണ്. ഞാൻ പറഞ്ഞ എ ആർ റഹ്മാൻ ഇപ്പം ഹിന്ദിയിൽ ഇനിയിപ്പോൾ അദ്ദേഹം 35 വർഷമായിട്ട് നിൽക്കുന്നു. ഇപ്പോഴും ഏറ്റവും മേലെ തട്ടിൽ തന്നെ നിൽക്കുന്നു. ഹിന്ദിയിൽ നിന്ന് 3 പടം അധികം കിട്ടിയാൽ മാത്രമേ ഇനി ജീവിക്കാൻ പറ്റുമെന്ന് സാമ്പത്തികമായോ ഇനി പ്രതിഭ കൊണ്ടോ അല്ലെങ്കിൽ പബ്ലിസിറ്റി കൊണ്ടോ അതിൻ്റെ ആവശ്യമുള്ള ആളല്ല റഹ്മാൻ. എനിക്ക് വീട്ടുകാരുടെ കൂടെ കൂടുതൽ സമയം കിട്ടുന്നുണ്ട്, ജോലി തേടി പോകില്ല എന്നൊക്കെയാണ്. ഇന്ത്യയിൽ പക്ഷേ ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രതിഭകളാണ് റഹ്മാൻ. അപ്പോൾ റഹ്മാൻ ഇന്ത്യയിൽ എന്തെങ്കിലും വിവേചനം നേരിടുന്നു എന്ന് വെച്ചാൽ റഹ്മാനല്ല അതിൻ്റെ പ്രശ്നം, നമുക്കാണ് അതിൻ്റെ കുഴപ്പമെന്ന് അതിനെ ഇവിടെ ആരും പറഞ്ഞാൽ അതൊന്നും ഒരു നാണക്കേടായി വിചാരിക്കുന്ന മനുഷ്യന്മാരൊന്നുമല്ല. പക്ഷേ ഇത് റഹ്മാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല. റഹ്മാനെ സംബന്ധിച്ച് ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് അധികംഭീര വർക്കുകൾ ചെയ്യണമെന്നാണ്. ഞാൻ ഇത്രയും മാറുന്ന ട്രെൻഡുകൾ മനസ്സിലാക്കുകയും മാറുന്ന മൂഡ് മനസ്സിലാക്കുകയും മനുഷ്യരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അതുല്യനായ സംഗീത സംവിധായകനാണ് അദ്ദേഹം. നിങ്ങൾക്ക് ഏത് മൂഡിലും സ്വീകരിക്കാൻ കഴിയുന്ന ഒരാൾ. നിങ്ങൾ അത്രയും ബ്രേക്കായിരിക്കുന്ന സമയത്തും, നിങ്ങൾ അത്രയും സന്തോഷിക്കുന്ന സമയത്തും, നിങ്ങൾ ഉന്മാദിയായിരിക്കുന്ന സമയത്തും, നിങ്ങൾ പ്രണയത്താൽ ആഴത്തിൽ വീണു പോകുന്ന സമയത്തും എല്ലാം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതിഭയാണ് അദ്ദേഹം. നിങ്ങൾക്ക് എ ആർ റഹ്മാൻ്റെ പാട്ടുകൾ കേൾക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വസന്തകാലം ഒരു കാലത്തും അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ സംഭവം നിർഭാഗ്യകരമാണ്. അദ്ദേഹത്തിന് ആർക്കെങ്കിലും അവസരം കൊടുക്കാതിരിക്കുന്നവർ വേദനിക്കട്ടെന്ന് ഞാൻ പറയും.